ശ്രീമതി ഷീജ പെരുന്തോട്ടത്ത്, കരുനാഗപ്പള്ളി തഴവ സ്വദേശി, 200-ലധികം കവിതകളും 100 കവിതകളും 3 കഥകളും രചിച്ചിട്ടുണ്ട്. വിവിധ പുസ്തകങ്ങളിലും മാസികകളിലും രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗാനങ്ങൾ രചിച്ച് സംഗീതം നൽകി വേദികളിൽ അവതരിപ്പിക്കുന്നു. ഹിന്ദിയിലും കവിതകളും ഗാനങ്ങളും രചിക്കാറുണ്ട്. ചിത്രകാരിയാണ്. പഞ്ചാരി, തായമ്പക എന്നിവ അഭ്യസിച്ച് വേദികളിൽ അവതരിപ്പിക്കുന്നു. പുതിയ രചനകളായ ഞാൻ കണ്ട കാഴ്ചകൾ, ഞാനറിഞ്ഞ മനുഷ്യർ എന്ന കവിതാ സമാഹാരവും പ്രസിദ്ധീകരണത്തിനായി ഒരുങ്ങുന്നു. സന്മ അവാർഡ്, ONV ശ്രേഷ്ഠ പുരസ്കാരം, ശ്രീനാരായണ ധർമ്മസംഘം ശിവഗിരി ട്രസ്റ്റ് പുരസ്കാരം, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, രവീന്ദ്രനാഥ ടാഗോർ മീഡിയ അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കായംകുളം സെന്റ് മേരീസ് ബദനി പബ്ലിക് സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിക്കുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി നീന സുരേഷ്, പത്തനംതിട്ട പെരുന്നാട് സ്വദേശി, എഴുത്തുകാരി, പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി, പൊതുപ്രവർത്തക. ധാരാളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യ കവിത കാവിലെ പാട്ടാണ്. തുടർന്ന് വീണ്ടും കവിതകൾ രചിച്ചു. ബലൂൺ വിൽപ്പനക്കാരൻ എന്ന കവിത, ബാലനോവൽ, ഓർമ്മക്കുറിപ്പുകൾ, ലേഖനങ്ങൾ തുടങ്ങിയവയും ധാരാളമായി രചിച്ചിട്ടുണ്ട്. ധാരാളം യുവ മാധ്യമങ്ങളിലും എഴുതുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും സാഹിത്യ വാട്സാപ്പ് കൂട്ടായ്മകളിലും കവിതകളും കഥകളും എഴുതി വരുന്നു. അക്ഷരമുറ്റം പുരസ്കാരം, സാഹിത്യകലാ സാംസ്കാരിക വേദി പുനലൂരിൻ്റെ MT വാസുദേവൻ നായർ പുരസ്കാരം, സർഗസ്വരം സാഹിത്യവേദി 25-ലെ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സീന ജയചന്ദ്രൻ, തൃശൂർ മണ്ണുത്തി സ്വദേശി, സാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തക, നർത്തകി, അഭിനേതാവ്. രക്തദാന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഭക്ഷ്യധാന്യ കിറ്റ് അടക്കമുള്ള അവശ്യ സാധനങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നിർധനരായ കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റുകൾ, രോഗികൾക്കുള്ള മെഡിസിൻ, ചികിത്സാ സഹായങ്ങൾ എന്നിവയും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വന്തമായി സർഗഭാവന എന്ന പേരിൽ ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങുകയും ധാരാളം കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുകയും ഒട്ടനവധി വേദികളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവനത്തിന് ഗ്ലോബൽ വിമൻ ഐക്കൺ അവാർഡ്, ഹോപ്പ് വേൾഡ് റെക്കോർഡ്, വേൾഡ് വിമൻസ് ഡേ അവാർഡ്, മദർ തെരേസ പുരസ്കാരം ഇങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ തണൽ റവന്യൂ ടവർ ചാരിറ്റി സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, ഓൾ കേരള ബ്ലഡ് ഡൊണേഷൻ എമർജൻസി ടീം കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി റഷീദ ഫർസദ്, മലപ്പുറം വെന്നൂർ സ്വദേശി, ആരോഗ്യരംഗത്ത് സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് കൗൺസിലും സൈക്കോ തെറാപ്പിസ്റ്റുമാണ്. പഠന വൈകല്യങ്ങളോ പെരുമാറ്റ വെല്ലുവിളികളോ നേരിടുന്ന കുട്ടികളെയും വിദ്യാർത്ഥികളെയും ശരിയായ ദിശയിൽ എത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായും പ്രവർത്തിക്കുന്നു. സമൂഹത്തിലെ വിവിധ തരങ്ങളിലുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനിൽകുമാർ, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി, തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ക്ലർക്കായി വിരമിച്ചു. തൻ്റെ വരുമാനത്തിൽ നിന്നും ചെറിയൊരു ഭാഗം ക്യാൻസർ രോഗികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ചിലവാക്കുന്നു. ആശുപത്രികളിൽ ഉച്ചഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിലും അത്യാസന്ന നിലയിൽ എത്തുന്നവർക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്ത് നൽകുന്നു. തിരുവനന്തപുരം RCCയിലെ രോഗികളുടെ പരിചരണക്കാർക്ക് ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണവും സ്നാക്സ്, ചായ എന്നിവയും പലരുടെ സഹായ സഹകരണത്തോടെ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു വരുന്നു. രോഗാവസ്ഥയിലുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സഹായങ്ങൾ നൽകുന്നു. നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് PR ചന്ദ്രമോഹൻ, തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി, ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ചു. വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ദേശസാൽകൃത ബാങ്കുകളിലും മറ്റ് ഷെഡ്യൂൾ ബാങ്കുകളിലും അംഗീകൃത വാല്യുവറായി സേവനം നടത്തുന്നു. പൊതുപ്രവർത്തനത്തിലും സജീവമായി നിൽക്കുന്നു. മുതിർന്ന കോൺഗ്രസ്സുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് സീനിയർ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചും അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് അതുവഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. തിരുവനന്തപുരത്ത് ഒട്ടനവധി സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. വഴയില ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. പൊതുപ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീമതി കാർത്തിക എസ് പിഷാരടി, ചാലക്കുടി പോട്ട സ്വദേശി, നർത്തകി. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ നൃത്തലോകത്തേക്ക് കടന്നു വന്നു. രണ്ടാം ക്ലാസ്സിൽ അരങ്ങേറ്റം കുറിച്ചു. കേരളത്തെ പ്രതിനിധീകരിച്ച് നടനഗ്രാമത്തിലെ അംഗമായി പുതുച്ചേരി ഗവൺമെൻറ്റിൻ്റെ പുതുച്ചേരി ഫെസ്റ്റ് 2023 കേരള നടനം അവതരണം നടത്തി. പുതുച്ചേരി ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ സ്കോളർഷിപ്പിന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 14 വർഷമായി ദേവാംഗന നാട്യഗൃഹം എന്ന പേരിൽ സ്വന്തമായി നൃത്ത സ്ഥാപനം നടത്തി വരുന്നതോടൊപ്പം വാണി നൃത്ത വിദ്യാലയം, വ്യാസ വിദ്യാ മന്ദിർ എന്നിവിടങ്ങളിൽ നൃത്താധ്യാപനം നടത്തുന്നുണ്ട്. വിവിധ നൃത്താസ്വാദന ക്ലാസുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ നടത്തുന്നതോടൊപ്പം സ്കൂൾ, കോളേജ് സ്ഥലങ്ങളിലെ കലോത്സവങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകി കുട്ടികളെ സമ്മാനാർഹരാക്കിയിട്ടുണ്ട്. വിവിധ മത്സരവേദികളിൽ വിധികർത്താവായി പോകുന്നുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സജീന നൌഷാദ്, കോഴിക്കോട് വടകര സ്വദേശിനി, സ്കൂൾ ടീച്ചറും മദ്രസ അധ്യാപികയുമാണ്. സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. അവശത അനുഭവിക്കുന്ന സമൂഹത്തിലെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മാറ്റത്തിനായി പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസം, സേവനം, മനഃശാന്തി എന്നീ പ്രധാന മൂല്യങ്ങൾക്ക് മുൻതൂക്കി നൽകിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഹാജിറ കെ വി, പാലക്കാട് ആമക്കാവി സ്വദേശിനി, വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്നു. ആലിക്കര മെറിഡിയൻ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ നൂതന പഠന രീതികളെ പിന്തുണച്ച് നൂറുകണക്കിന് കുട്ടികളുടെ ഭാവി ആകർഷകമാക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നു. മികച്ച ഇംഗ്ലീഷ് ട്രെയിനറാണ്. മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും അനേകർക്ക് പുതിയ ദിശകൾ കണ്ടെത്താൻ വഴി തെളിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജിജി പി എ, എറണാകുളം വല്ലാർപാടം സ്വദേശിനി, 14 വർഷമായി അംഗനവാടി വർക്കറായി സേവനമനുഷ്ഠിക്കുന്നു. പിന്നോക്ക പ്രദേശമായിരുന്ന വല്ലാർപാടം കരയിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തി നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ വൈസ് ചെയർമാൻ കൂടിയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഹൈസൽ പോൾ, കൊച്ചി ചുള്ളിക്കൽ സ്വദേശി, ബാലനാടകമാണ് ആദ്യം എഴുതിയത്. പിന്നീട് ഗദ്യ കവിതകളും കഥകളും എഴുതാൻ തുടങ്ങി. കാലത്തിനു മുൻപേ എന്ന കവിതാ സമാഹാരം, അതുപോലെ കഥാസമാഹാരങ്ങൾ, 32 ലേഖനങ്ങൾ അടങ്ങിയ ചിന്താധ്വനികൾ എന്നീ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇരുളിൻ മറവിൽ എന്ന ചെറുകഥയെ ആസ്പദമാക്കി വൈ എന്ന പേരിൽ ഷോർട്ട് ഫിലിം നിർമ്മിച്ചു. അതിൽ സംഭാഷണവും എഴുതിയിട്ടുണ്ട്. പ്രസ്തുത ഫിലിമിന് വിവിധ മേഖലകളിലായി 100-ൽ പരം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് സ്റ്റോറി റൈറ്റർ അവാർഡ് കൂടാതെ വിവിധ മേഖലകളായി 100-ൽ കൂടുതൽ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങൾ, മിഷണറികളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രജിൽ രാജ് പി, 12 വർഷമായി നൃത്തരംഗത്ത് സജീവം. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള നടന പെർഫോമൻസ് ആണ് ചെയ്തു വരുന്നത്. പ്രാണ ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ, AIDA ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ, നാദം ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ എന്നിവയിൽ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീരുദ്രം നാട്യഗൃഹം എന്ന പേരിൽ മലപ്പുറം തിരൂരിലുള്ള നൃത്ത വിദ്യാലയത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഹേമ മാത്യു, കോഴിക്കോട് കൈതപ്പൊയിൽ സ്വദേശിനി, 35 വർഷത്തെ പരിചയസമ്പത്തുള്ള ബ്യൂട്ടീഷ്യനും കൊല്ലം ജില്ലയാണ് കേട്ടോ, തെറ്റിയതാണ്. 35 വർഷത്തെ പരിചയസമ്പത്തുള്ള ബ്യൂട്ടീഷ്യനും മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ്. സംസ്ഥാനതല ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓസ്കർ വേൾഡ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, സോഷ്യൽ വർക്കേഴ്സ് റെക്കോർഡ്സ്, ഏഷ്യ വേൾഡ് റെക്കോർഡ്സ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ മേഖലയിൽ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കവിതാ രചനയിലും മികവ് തെളിയിക്കുകയും അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഉള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ മുഹമ്മദ് അൽഫിൻ എസ്, തിരുവനന്തപുരം കണിയാപുരം സ്വദേശി, കാർഡ്ബോർഡിൽ മിനിയേച്ചർ രീതിയിൽ ക്രാഫ്റ്റുകളാണ് കൂടുതലും ചെയ്തു വരുന്നത്. ജൈവ പച്ചക്കറി കൃഷി സ്വന്തമായി ചെയ്തു വരുന്നു.
ക്രാഫ്റ്റ്, കൃഷി, മാലിന്യ സംസ്കരണം എന്നിവയിലുള്ള മികവിന് കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം, APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ബാലപ്രതിഭ പുരസ്കാരം, പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ അവാർഡ്, ആണ്ടൂർ കോണം ഗ്രാമപഞ്ചായത്ത് നൽകിയ അവാർഡ്, ഇങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2023-24 മാത്രം വിവിധ സന്നദ്ധ സംഘടനകൾ, സ്കൂളുകൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നുമായി 30ഓളം സ്നേഹാദരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിൽ മേനംകുളം സെന്റ് മാർത്ത സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു. ഹാൻഡിക്രാഫ്റ്റ് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി അനുശ്രീ. ഇത് കുമാരി അനുശ്രീ അല്ല, ബേബി അനുശ്രീയാണ്. ആലപ്പുഴ കായംകുളം സ്വദേശി കുഞ്ഞു കവയത്രിയാണ്. അനുശ്രീയുടെ നുറുങ്ങു കവിതകൾ എന്ന പേരിൽ കവിതാ സമാഹാരവും കിളിക്കൊഞ്ചലുകൾ എന്ന പേരിൽ കഥാസമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ പുസ്തകമിറക്കിയ വിദ്യാർത്ഥിനി എന്ന നിലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആദരവ് ലഭിച്ചു. ONV കുറുപ്പ് സ്മാരക അക്ഷരജ്യോതി പുരസ്കാരം, രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാരം, കായംകുളം ഉപജില്ലാ കലാസാഹിത്യവേദിയുടെ ആദരവ്, കട്ടച്ചിറ LP സ്കൂളിന്റെ ആദരവ്, കൂടാതെ നിരവധി സംഘടനയുടെ ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കഥാപ്രസംഗ കലയിലും പ്രാഗൽഭ്യമുണ്ട്. നിലവിൽ കട്ടച്ചിറ LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് അവാർഡ് നൽകുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ദേവകി ശങ്കർ. ഇതോടുകൂടി ഇന്നത്തെ പുരസ്കാര സമർപ്പണ ജേതാക്കളുടെ സ്വാഗത പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായി ആശംസ നേരുന്ന ചടങ്ങാണ്. സമയപരിധി ഉള്ളതുകൊണ്ട് എല്ലാവരും ഒറ്റ വരിയിൽ ആശംസ നേർന്ന് പിരിയണമെന്ന് പറയുകയാണ്. ആദ്യമായി സൂര്യകവി ഡോക്ടർ ജയദേവൻ. സൂര്യനെ കുറിച്ച് 4000-ലധികം കവിതകൾ എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമുഖ പ്രതിഭകളുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ തമ്പാൻ സാർ, BSSന്റെ മറ്റ് പ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിവിധ മേഖലയിൽ കഴിവ് തെളിയിക്കുന്നവരെ ആദരിക്കുന്ന പരിപാടിക്ക് രൂപം നൽകുകയും അത് വിജയകരമായി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നേതൃത്വപരമായി പങ്കുവഹിക്കുകയും ചെയ്യുന്ന BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്രൻ സാറിനും ടീമിനും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദ്യമായി അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് പുരസ്കാരം സ്വീകരിക്കുന്നവർ അവരുടെ വരുംകാല പ്രവർത്തനങ്ങളിൽ ഈ പുരസ്കാരം കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി ജസിന്ത മോറിസ്, കവയത്രി, അഭിനേത്രി, മോഡൽ, നർത്തകി, ഗായിക, സംവിധായിക. പ്രിയമുള്ളവരെ, BSSന്റെ ഈ മഹനീയമായ പരിപാടിയിൽ 2 മിനിറ്റ് അനുവദിച്ച് കിട്ടിയതിന് ഏറെ ഭാഗ്യമാണെന്ന് കരുതുന്നു. AGS ഓഫീസിലെ 37 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ഞാൻ സർവീസിലിരിക്കുമ്പോൾ തന്നെ 10-20 പുസ്തകങ്ങൾ എഴുതി, നിരവധി ഷോർട്ട് ഫിലിംസും ആൽബംസും ഒക്കെ നിർമ്മിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയെങ്കിലും BSSന്റെ പുരസ്കാരം എനിക്ക് 4 വർഷം മുൻപ് ലഭിച്ചപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ പുരസ്കാരം ഒരു കുരക്കീഴിൽ എല്ലാവരും ഒരുപോലെ കാണുകയും ജാതിഭേദമന്യേ വലിപ്പച്ചെറുപ്പമൊന്നും ഇല്ലാതെ ആർക്കാണ് പുരസ്കാരം അവരെ മുന്നിലിരുത്തി ബാക്കിയുള്ളവർ പിന്നിലിരിക്കുന്ന രീതിയിലുള്ള ഒരു അവാർഡ് മന്ത്രിമാർക്കോ MLA-മാർക്കോ ഒന്നും പ്രാധാന്യമല്ല. ഇവിടെയുള്ള BSSന്റെ ആൾക്കാർ തന്നെയാണ് ഇത് നടത്തുന്നത്. ഇത്തരത്തിലുള്ള മഹനീയമായ പുരസ്കാരം ലഭിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകളും അഭിവാദ്യങ്ങളും. അതുപോലെ തന്നെ ഇനി കൂടുതൽ ആൾക്കാർക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്തുക്കളെയും അവരെ ഈ കീഴിൽ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നിങ്ങളുടെ സ്വന്തം. ശ്രീ ഹരികുമാർ KP, കവി, ഗാനരചയിതാവ്, സാഹിത്യകാരൻ. ബഹുമാന്യനായ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ തമ്പാൻ സാർ, BSSന്റെ വിശിഷ്ട ഉദ്യോഗസ്ഥരെ, ഈ അവാർഡ് വാങ്ങാൻ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഇതിനർഹതയായ ഓരോരുത്തരും, അവർക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ സുദിനത്തിൽ നമ്മളിങ്ങനെ ഒത്തുചേരുമ്പോൾ ഇന്ന് നാടെങ്ങും പല രീതിയിൽ പല വിഭാഗത്തിലായിട്ട് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി BSS ഇങ്ങനെ ഒരു അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കുന്ന എല്ലാ മാസവും ഇവിടെ 12-ാം തീയതി നടക്കുന്നുണ്ട്. അതെല്ലാം മഹനീയമായ ഒരു സാന്നിധ്യമായി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ അവാർഡ് വാങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഓരോ കഴിവുകൾ കണ്ടെത്തി അത് ലോകത്തിന് മുന്നിൽ അറിയിക്കുക എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടി ഈ BSS ചെയ്തിരിക്കുന്ന ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ശ്രീമതി സുനിത ശശി, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്തവിഭാഗ മേധാവി. എല്ലാവർക്കും നമസ്കാരം. BSSൻ്റെ പ്രവർത്തകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഈ ഒരു വേദിയിൽ എല്ലാവരും ഒരുപോലെ കണ്ട്, എല്ലാ മേഖലകളിലുള്ളവരും ഒരുപോലെ കണ്ട് അവർക്ക് ഇത്രയും നല്ലൊരു അവാർഡ് നമ്മുടെ കയ്യിലെത്തുമ്പോഴാണ് അതിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ അറിയണത്. അതെല്ലാവർക്കും ഇനി അറിയാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ ഗോപകുമാർ B, നാടക സീരിയൽ നടൻ. ബഹുമാനപ്പെട്ട BSS സ്ഥാപക ചെയർമാൻ ശ്രീ ബാലേന്ദ്ര സാർ, ഡോക്ടർ തമ്പാൾ സാർ, അഡ്മിൻ ഡയറക്ടർ മഞ്ജു ശ്രീകണ്ഠൻ, സിന്ധു മധു, മറ്റുദ്യോഗസ്ഥരെ, ഈ സ്ഥാപനത്തിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്, അതുപോലെ തന്നെ സർവോപരി എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ അവാർഡ് ജേതാക്കളെയും ഞാൻ മനസ്സുകൊണ്ട് കാണുന്നു. ഈ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് വളരെ ഉയർന്ന തട്ടിലുള്ള നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും അതിഭയങ്കരമായിട്ടുള്ള വ്യക്തികൾ അവാർഡ് വാങ്ങിയിട്ടുള്ള തിരുമുറ്റമാണിത്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ക്ഷയരോഗ വിദഗ്ധൻ ഡോക്ടർ ജെയിംസ് സാർ ലൈനപ്പ് ചെയ്തെന്ന് അത് നിശബ്ദത പാലിച്ച് ക്യൂ നിന്ന് അവാർഡ് വാങ്ങിയിട്ട് പോയിട്ടുള്ള ഒരു വേദിയാണിത്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർ ശ്രീ രായം പൊതുവാൾ സാർ, അതുപോലെ തന്നെ എത്ര മഹാന്മാർ. എനിക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും ദീർഘിക്കുന്നില്ല. എനിക്ക് അനുഭവിച്ച് തന്നിട്ടുള്ള സമയം 1 മിനിറ്റാണ്. ഇതുപോലുള്ള ശുഭമുഹൂർത്തങ്ങളും ഇനി നിങ്ങളെ തേടി വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി നിങ്ങളോട് സംസാരിക്കുന്നതിനും ഉപഹാരം കൈമാറുന്നതിനുമായി ഡോക്ടർ MR തമ്പാൻ സാറിനെ ക്ഷണിക്കണം. അവാർഡ് പുരസ്കാര ജേതാക്കളായ എല്ലാ സഹോദരന്മാരെയും ഹാർദവമായി അനുമോദിക്കുന്നു. ഈ അവാർഡിന് ഒരു സവിശേഷതയുണ്ട്. ദേശീയ അവാർഡാണിത്. കൂടാതെ BSSൻ്റെ അവാർഡാണ്. ഭാരത് സേവാഞ്ചന മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ഇത് രൂപീകരിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. യുവാക്കളുടെ സേവനം രാഷ്ട്ര നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ്. മൊറാർജി ദേശായിയും നന്ദയും ഗുൽസർലാൽ നന്ദയും ഒക്കെയാണ് പിൻഗാമികളായി വന്നത്. ഇന്ന് അവരുടെ ലക്ഷ്യങ്ങളൊന്നും പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല. പക്ഷേ നിർജീവാവസ്ഥയിലായിരുന്ന BSSനൊരു പുനരുജ്ജീവനം ഇന്നുണ്ടായിരിക്കുന്നു. BS ബാലേന്ദ്രൻ കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ പ്രസിഡന്റ് കൂടിയായതോടുകൂടി ഇതിനൊരു നവോത്ഥാനം ഈ പ്രസ്ഥാനത്തിനും ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ മലയാളികൾക്ക് ഈ മറ്റാരെയും അംഗീകരിക്കാനോ അവരെ പ്രോത്സാഹിപ്പിക്കാനോ താല്പര്യമുള്ളവരല്ല. ഒരു പോർട്ടിൽ കുറേ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പം ഒരു പത്രത്തിനകത്ത് മൂടിയില്ലായിരുന്നു. അപ്പോൾ അവരെല്ലാം ചോദിച്ചത് എന്താണ് മൂടിയില്ലാതെ തയ്ക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പോഴവർ കൊണ്ടുവന്ന ആൾ പറഞ്ഞ് ഇതിന് മൂടിയുടെ ആവശ്യമില്ല, ഇത് കേരളത്തിൽ നിന്നുള്ള ഞണ്ടുകളാണ്. ഈ ഒരു ഞണ്ട് മുകളിലോട്ട് പോയാൽ ബാക്കി എല്ലാ ഞണ്ടുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് അതിനെ വലിച്ച് താഴെയിടും. അങ്ങനെയുള്ള ഒരു കാലത്ത് ജീവിതത്തിൻ്റെ ഇപ്പം ചിലർക്ക് തോന്നിയേക്കും ഇത്രയും പേര് അവാർഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണോ ഞാനെന്നും. അങ്ങനെ കരുതരുത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള സാഹിത്യം, ചാരിറ്റി എല്ലാ രംഗങ്ങളിലും ഉള്ളവർക്ക് കൊടുക്കുന്നു. കേരളത്തിലുടനീളമുള്ളവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ടാണ് എണ്ണം കൂടിയത്. അതുകൊണ്ട് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി നിങ്ങൾ ഇതോടുകൂടി ഇതിൻ്റെ BSSൻ്റെയും കൂടി ഒരു അംഗമായിരിക്കുകയാണ്. ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. അടുത്തായി ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി ഡോക്ടർ മൊയ്തീൻ കുട്ടി AB. ഡോക്ടർ വനജ T, ശ്രീ സലീം ഇന്നുദ്ദീൻ,
അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി, ഡോക്ടർ അബ്ദുൾ മജീദ് പി എ, ശ്രീ അജികുമാർ കെ, ശ്രീമതി ശോഭ ശിവാനിക്ക് വേണ്ടി ശ്രീ സുനിൽ, ശ്രീമതി സരസ്വതി അമ്മ, ശ്രീ മണലൂർ ഗോപിനാഥ്, പ്രൊഫസർ കെ കെ മഹമ്മൂദ് വടകര, അഡ്വക്കേറ്റ് പി പരമേശ്വരൻ, ശ്രീമതി രശ്മി എം കെ, ശ്രീ ജയേന്ദ്രൻ, ശ്രീ മനോജ് പി കമ്മത്ത്, ശ്രീ ജി ഗോപകുമാർ, ശ്രീ കോയപ്പത്തടി പാലപ്പുറം മുഹമ്മദ് ബഷീർ, ശ്രീ മൊയ്തു പി കെ, ശ്രീ ഷഫി എസ്, ശ്രീ എം എച്ച് സുലൈമാൻ. അദ്ദേഹം തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശിയാണ്. പ്രോഗ്രാം അവതാരകൻ, എഞ്ചിനീയർ, കലാസാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകൻ. സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനും വിവിധ തലങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകി അവരെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ വിവിധ സംഘടനകളുടെ സഹായത്തോടെ ചെയ്തു വരുന്നു. അതോടൊപ്പം കലാരംഗത്ത് താല്പര്യമുള്ളവരിൽ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നു. ശ്രീ സോമൻ മാഹി, ഡോക്ടർ ബി ദേവരാജൻ നായർ, ശ്രീ എം ജി സേവ്യർ, ശ്രീ റോയി തോമസ്, ശ്രീമതി നജ്മ സലീം, ശ്രീ മുനീർ പി എ, ശ്രീമതി സഫ്ന നസീഫ്, ശ്രീമതി ജെൻസി എം ജെ, ശ്രീമതി സിനി ശ്യാം, ശ്രീമതി അർച്ചന കൃഷ്ണൻ, ശ്രീ നിസാമുദ്ദീൻ ജെ, ഡോക്ടർ സാജിദ, ശ്രീ വി ടി ഹബീബ്, ശ്രീ ബിനോയ് മണി, ശ്രീ രാജേഷ് കുമാർ ആർ കെ, ശ്രീമതി ബിന്ദു രംഗനാഥ്, ശ്രീമതി ജലജ ചന്ദ്രൻ, ശ്രീമതി സബിത എ ടി, ശ്രീ മുഹമ്മദ് ഉബൈസ്, ശ്രീമതി ഷിൽഡ സെബാസ്റ്റ്യൻ, ശ്രീമതി ഷീജ പെരുന്തോട്ടത്ത്, ശ്രീമതി നീന സുരേഷ്, ശ്രീമതി സീന ജയചന്ദ്രൻ, ശ്രീമതി റഷീദ ഫർസത്ത്, ശ്രീ അനിൽ കുമാർ,
Advocate P.R. Chandramohan, Srimati Kartika I.S. Pisharadi, Srimati Sajina Naushad, Srimati Hajira K.V., Srimati Gigi P.A., Srimati Haisal Paul, Sri Regil Raj P, Srimati Hema Matthew, Master Muhammad Alfin S, Baby Anisri, ഉപഹാര സമർപ്പണം അവസാനിച്ചു. ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത സമാജിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ടി പി വിനോദിനെ ക്ഷണിക്കുന്നു. ബഹുമാനീയരെ, ആദരണീയനായ ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ അവർകൾ ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജിന്റെ നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പകരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ, ഭാരത് സേവക് സമാജിന്റെ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ ചെയർമാൻ, വൈജ്ഞാനിക സാഹിത്യത്തിൽ കേരള സമൂഹം അറിയപ്പെടുന്ന, മലയാളികൾ അറിയപ്പെടുന്ന ബഹുമാന്യനായ ഡോക്ടർ എം.ആർ. തമ്പാൻ അവർകളാണ് ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചിരുന്നത്. സാമൂഹ്യ സേവന രംഗത്തെ മികവിന് രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ദേശീയ വികസനത്തിനെയും ആസ്പദമാക്കിക്കൊണ്ട് സത്യസന്ധതയ്ക്കും ആത്മാർപ്പണ ബോധത്തോടുകൂടിയും പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ, പൗരന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നൽകി വരുന്ന അഭിമാനകരമായ ദേശീയ പുരസ്കാരമാണ് ഭാരത് സേവക് ഓണർ എന്ന ഈ പുരസ്കാരം. ഈ ചടങ്ങിലേക്ക് BSSന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് വളരെ അഭിമാനത്തോടുകൂടി ഈ പുരസ്കാരം സ്വീകരിച്ചു കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ചടങ്ങിൻ്റെ ഇന്നത്തെ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ എം.ആർ. തമ്പാൻ അവർകൾക്ക് BSSന്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSന്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ അവർക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ജോയിന്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു എന്നിവർക്ക് BSSന്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।